ഗുരുവായൂർ നഗരസഭയെ കടക്കെണിയിലാക്കി ജപ്തിയിലേക്ക് എത്തിച്ചതിന് ഭരണസമിതിക്ക് കപ്പ സമ്മാനിച്ച പ്രതിപക്ഷം. നിലവാരമുള്ള നല്ല പുരസ്കാരങ്ങൾ ഒട്ടേറെ നഗരസഭ വാങ്ങിയിട്ടുണ്ടെന്ന് ചെയർമാനും. കൗൺസിൽ യോഗത്തിലാണ് ചെയർമാന് കപ്പുമായി പ്രതിപക്ഷം എത്തിയത്. 2000 മുതൽ 2007 വരെയുള്ള കാലത്ത് പടിഞ്ഞാറെ നടയിലെ ഗസ്റ്റ് ഹൗസ് ലീസിനെടുത്ത് ഗോവിന്ദൻ എന്നയാൾ വെള്ളക്കരം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നുള്ള ജപ്തി നടപടികളാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴി തുറന്നത്. പലിശയുൾപ്പെടെ 9,78,563 രൂപ അടച്ചില്ലെങ്കിൽ കെട്ടിടം ജപ്തി ചെയ്യുമെന്നാണ് താലൂക്ക് ഓഫീസിൽ നിന്ന് നഗരസഭയെ അറിയിച്ചിട്ടുള്ളത്. കുടിശ്ശികയുടെ വിഷയം തങ്ങൾ പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ ഗൗനിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. ഈ വിഷയം അജണ്ടയിൽ ആദ്യത്തേതായി ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ അജണ്ടയിൽ വിഷയമുണ്ടെന്ന് ആ ക്രമത്തിൽ ചർച്ച ചെയ്യാമെന്നും ചെയർമാൻ M. കൃഷ്ണദാസ് പറഞ്ഞു. ഇത് അംഗീകരിക്കാതെയാണ് UDF പ്രതീകാത്മകമായി കടക്കെണിക്കുള്ള കപ്പ് നൽകിയത്. കപ്പുമായി കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിയ UDF അംഗങ്ങൾ നഗരസഭ ഓഫീസിന് മുന്നിൽ കപ്പ് സ്ഥാപിച്ചു. ഇത്രയും സീരിയസ് ആയ ഒരു വിഷയം ഈ മറ്റ് അജണ്ടകളോടൊപ്പം ഒരു സാധാരണ രീതിയിൽ ചർച്ച ചെയ്താൽ പോരാ എന്ന ഒരു ജനാധിപത്യ അവകാശത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ആ വിഷയം വളരെ ഗൗരവത്തോടുകൂടി അതിൻ്റേതായിട്ടുള്ള കാര്യപ്രസക്തിയോടുകൂടി അത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗുരുവായൂർ നഗരസഭയുടെ ചെയർമാൻ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഈ ആവശ്യം ഉന്നയിച്ചവരെ നിഷേധാത്മകമായ സമീപനമാണ് ഗുരുവായൂർ നഗരസഭയുടെ ചെയർമാൻ സ്വീകരിച്ചത്. അജണ്ടയിലുള്ള വിഷയം പിന്നീട് കൗൺസിലിൽ ചർച്ച ചെയ്തു. കുടിശ്ശികയുടെ കാര്യത്തിൽ നിയമോപദേശം തേടാൻ തീരുമാനിച്ചു. കുടിശ്ശികയുടെ പലിശ വർദ്ധിക്കാതിരിക്കാനുള്ള പരിഹാരവും തേടും. ജപ്തി നോട്ടീസിന് നേരത്തെ തന്നെ നഗരസഭ മറുപടി നൽകിയിരുന്നതായി ചെയർമാൻ പറഞ്ഞു. സ്വാഭാവികമായും ഇത് മുനിസിപ്പാലിറ്റിയുടെ പിടിപ്പുകേട് കൊണ്ടോ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടം കടത്തിലാക്കി എന്നൊക്കെ പറയാൻ ചിലപ്പോൾ പറയുന്ന രസമാണ്. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യം. ഒരു കരാറുകാരൻ കരാർ ലംഘിച്ചാൽ കരാറുകാരന് നിൽക്കാവുന്ന നടപടി സ്വീകരിക്കാം. ഇപ്പൊ സ്വീകരിച്ചു വരുന്നതാണ്. അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ മുകളിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ കരാറുകാരിൽ നിന്നും ഈടാക്കാൻ എങ്ങനെ സാധിക്കും, ആ ഈടാക്കുന്നതിന് നമ്മുടെ നടപടികൾ നിയമപരമായി തന്നെ അതിന് നേരിടുന്നതിനും ഉചിതമായ നിയമോപദേശം തേടുന്നതിനും സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി തീരുമാനിക്കാനാണ് ഇപ്പോൾ നമുക്ക് സാധിക്കുന്നത്.